ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ കണ്ടോ, ഹൈ ഹീൽ ചെരുപ്പിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിലെന്തോ ഒരു മാറ്റമുണ്ട്. എന്തോ ഒരു കുട്ടിച്ചാത്തൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വെളിവായി കിട്ടിയെങ്കിൽ ഞാൻ പൊളിച്ചടിക്കേനെ. ഗാന്ധി ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തിയേ? അത് കൊള്ളാം. എന്റെ വീട്ടിലുള്ള വഴി എനിക്കല്ലേ നിശ്ചയം. വരൂ വരൂ, മുറിയൊക്കെ നന്നായിട്ട് നോക്കിക്കോളൂ. വാ. എവിടെ കാത? മുറിയൊക്കെ കണ്ടല്ലോ. എന്നിട്ട് എന്താ തോന്നിയേ? ഓ, നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമില്ല അല്ലേ അമ്മേ? ആ അതെ അതെ, ഇതിപ്പോ കളരിക്കല് നമ്മൾ ഉപയോഗിക്കുന്ന റൂം അത്രേ ഉള്ളൂ. ആ, ഞാനും ഒരുപാട് സൗകര്യങ്ങള് മുമ്പ് ഉപയോഗിച്ചിരുന്നല്ലോ. ഇപ്പൊ എല്ലാം സാധാരണ പോലെ മതിയെന്ന് എനിക്ക് തോന്നി. ആക്സിഡന്റിന് ശേഷമാണല്ലോ ഗാഥ മാഡത്തിന് ചേഞ്ചസ് ഉണ്ടായത്. എന്നാ പിന്നെ വരൂ. അതെന്താ അമ്മേ, നിർമ്മലയ്ക്ക് ഗാഥമോളുടെ മുറിയൊന്ന് കാണണമെന്ന് പറഞ്ഞു? എനിക്കറിയില്ല, കൽപ്പിച്ചു കൂട്ടി വന്നതല്ലേ, എന്തായാലും ചെയ്തു തീർക്കട്ടെ. മോളുടെ മുറി മാത്രമേ കണ്ടുള്ളൂ. ഈ വീട് മൊത്തത്തിലൊന്നും കാണാറുന്നില്ലേ നിർമ്മലേ? ഓ, അതിന്റെ ഒന്നും കാര്യമില്ല. സാറേ, സാറിന് ഗാഥമാടത്തോട് സംസാരിക്കണ്ടേ? ഇന്നിപ്പോ എങ്ങനെയാടോ എല്ലാരും ഇരിക്കുമ്പോ? സാറിന് താല്പര്യം ഉണ്ടോ ഇല്ലയോ അത് പറ. അങ്ങനെ ചോദിച്ചാ ഉണ്ട്. ആ, എന്താ പിന്നെ ചെല്ലു സാറേ, കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ, എനിക്ക് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് വിളിച്ചോണ്ടാ പോണെന്നേ. ആ എടോ, അതെ, സാർ ഇതൊരു ബിസിനസ് ആയിട്ട് കരുതുക.
ഇപ്പൊ ഗാഥാമാടത്തെ കൊണ്ട് പുറത്തു പോയാലേ ആ ബിസിനസ് കിട്ടൂന്ന് കരുതുക. അപ്പൊ സാർ പോയില്ലയോ? പോവും. എന്നാ ചെല്ല് സാറേ, ചെല്ല് ചെല്ല് സാറേ അങ്ങോട്ട്. ഓ ഓ, ഈ സാറിന്റെ ഒരു കാര്യം. ഗാഥ, ഒന്ന് പുറത്തേക്ക് വരൂ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലുമോളെ, അവൻ ഇതുവരെ എല്ലാവരുടെ ഇടയില് വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നില്ലേ? നിങ്ങൾ പോയി കുറച്ചു നേരം സംസാരിക്കും അല്ലേ സിത്താരെ? യെസ് സംസാരിക്കട്ടെ. ചെല്ലുമോ? ശ്രീ, നവീൻ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവോ? അതാണോ സംസാരിക്കണമെന്ന് പറഞ്ഞു? എനിക്കറിയില്ല മാം, എനിക്കും നല്ല ടെൻഷനുണ്ട്. അവൾ ഇനി എന്താണോ കാണിക്കാൻ പോകുന്നത്? ഏയ്, താനെന്താ ചെരുപ്പിടാത്തെ? ചെന്ന് ചെരുപ്പിട്. താൻ സ്ലിപ്പറാണോ നോക്കുന്നത്? എടോ സാരമില്ല, അതെടുത്തിട്ടിട്ട് വാ. അമ്മ കണ്ടോ, ഹൈ ഹീൽ ചെരുപ്പിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിലെന്തോ ഒരു മാറ്റമുണ്ട്. എന്തോ ഒരു കുട്ടിച്ചാത്തൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വെളിവായി കിട്ടിയെങ്കിൽ ഞാൻ പൊളിച്ചടിക്കേനെ. ഏയ്, വാട്ട് ഹാപ്പൻഡ്? വാടോ. അതെ അതെ, അത് മര്യാദയല്ല കേട്ടോ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ ആര് പോയാലും അവരെ കട്ടുറുമ്പെന്നാ പറയാറ്.